ഒരാൾ ഡെത്താണ്. അവരൊരു സഹോദരനുണ്ട്, അയാൾക്ക് ഇപ്പോൾ തലയ്ക്ക് ഒരു മുറിവില്ല, വെച്ച് അടിച്ചതിൻ്റെ ഒരു ഇതുള്ള കാരണം CT സ്കാനും മറ്റു തുടർ ചികിത്സ ആവശ്യമായതിനും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുള്ളത്. മറ്റു കേസുകളൊക്കെ ഇവിടം കൊണ്ട് തന്നെ ചെറിയ പരിക്കുകളാണ് ഉള്ളത്. ഇപ്പോൾ ഡെത്തായ 31 വയസ്സുകാരെ കുറ്റിപ്പുറം താലൂക്ക് ഹോസ്പിറ്റലിലെ മോർച്ചറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെ ബന്ധുക്കൾ വന്നിട്ട് വേണം ഇൻക്വസ്റ്റ് നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ. ഈ ഗുരുതരമായി പരിക്കേറ്റവരൊക്കെ ഏത് ആശുപത്രിയിലാണ്? ഇവിടെ കുറ്റിപ്പുറം പല ഹോസ്പിറ്റലുകൾക്കുമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് നമ്മുടെ ആക്സിഡൻറ്റ് നടന്നതിൻ്റെ തൊട്ടുള്ള ഇൻഫോർട്ട് ഹോസ്പിറ്റലുണ്ട്, അതുപോലെ മിംസ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയവരുണ്ട്. ഹോസ്പിറ്റലുണ്ട്, ഗുരുതരമായ പരിക്കില്ല. അതായത് ഇവിടെ ഇപ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കേസുകൾ മിംസിലോട്ടും അൽമാസിലോട്ടും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്രൈവറെ എനിക്ക് തോന്നുന്നു തൃശ്ശൂർക്കാണ് ഡ്രൈവറെ കൊണ്ടുപോയില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ 2-3 പേർക്കാണ് കൂടുതൽ പ്രശ്നങ്ങളുള്ളത്. ഡ്രൈവറുടെ പരിക്ക് എങ്ങനെയാണ് അറിയോ? ഗുരുതരമായി പരിക്കേറ്റുണ്ടോ? അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഡ്രൈവറുടെ പരിക്ക് എങ്ങനെയാണ്? നല്ല ഹെഡ് ഇഞ്ചറി ഉണ്ട്, അത് തൃശ്ശൂരേക്ക് ട്രാൻസ്ഫർ ചെയ്തു. തൃശ്ശൂരേക്ക് കൊണ്ടുപോകും.